നമസ്കാരം. 2025 പുതുവർഷത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രങ്ങളിലുള്ള മക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. ആ മാതാവിന്, അമ്മയ്ക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആ നക്ഷത്രക്കാർ പുണർദം, മകം, രോഹിണി, തിരുവോണം, ചതയം, ചിത്തിര, വിശാഖം, അനിഴം, ഉത്രം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക്, ആ കുടുംബത്തിന് വന്നു ചേരുന്നതായ ആ വിശേഷപ്പെട്ട ഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പുണർദം നക്ഷത്രക്കാരായ മക്കളുണ്ട് എങ്കിൽ, മകനോ മകളോ ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ തന്നെ തേടി വരാം. ഇവർ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും പലവിധ ദുഃഖങ്ങൾ തങ്ങളുടെ അമ്മയോട് പറയുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ അമ്മമാർക്ക് പലവിധ ആശങ്കകളും ഇവരുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ആ വീട്ടിലെ അമ്മയ്ക്ക് ഭാഗ്യം അഥവാ സൗഭാഗ്യം നൽകുവാൻ സാധിക്കുകയും അത് അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ ഏത് കാര്യത്തിലും പ്രകടമാകുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നതായ വർഷമായി തന്നെ മാറും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയോടും കുടുംബദേവതയോടും ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായി തീരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയാവുന്ന ഒരു വർഷമായി തന്നെ 2025 മാറാം. മകം നക്ഷത്രക്കാരായ മകനോ മകളോ ഉണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം, അവരുടെ ജീവിതത്തിൽ ഉള്ളതായ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ഒരു വർഷമായി തന്നെ 2025 മാറും. അമ്മയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അമ്മയുടെ പ്രാർത്ഥനയാൽ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ഇവരുടെ സൗഭാഗ്യത്താൽ തന്നെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരും. പ്രധാനമായും കുടുംബത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹ പൂർത്തീകരണം വന്നു ചേരാം. തടസ്സങ്ങൾ ജീവിതത്തിൽ ഒഴിഞ്ഞു എന്ന് വരാം. അമ്മയുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച വന്നു ചേരുവാൻ സാധിക്കും. സന്താനങ്ങൾക്കായി മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും ഫലം കാണാതിരിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ മകം നക്ഷത്രക്കാർക്ക് അമ്മയ്ക്ക് ഈ സൗഭാഗ്യങ്ങൾ നൽകുന്നത് പോലെ തന്നെ അമ്മയുടെ പ്രാർത്ഥനയാൽ മകം നക്ഷത്രക്കാരായ കുട്ടികൾ ഉയർച്ച നേടുകയും ചെയ്യും. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാരായ മക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ, മകനോ മകളോ ഉണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പലവിധ സങ്കടങ്ങൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്ന അമ്മമാർ തന്നെയാണ് ഇവർ. എന്നാൽ രോഹിണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അഭിമാനം തോന്നുന്ന വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അമ്മയ്ക്ക് വിജയങ്ങൾ, ഉയർച്ച വന്നു ചേരാം. കൂടാതെ രോഹിണി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അമ്മയുടെ പ്രാർത്ഥനയാൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്കുള്ളത്. കൂടാതെ തൊടുന്നതായ കാര്യങ്ങൾ അത് അമ്മയുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും അനുകൂലമായി ഭവിക്കും. അമ്മയുടെ തൊഴിൽ മേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അമ്മയുടെ പ്രാർത്ഥനയാൽ മക്കൾക്ക്, രോഹിണി നക്ഷത്രക്കാരായ കുട്ടികൾക്ക് വളരെയധികം ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ വീട് സ്വന്തമാക്കുക, വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, കടബാധ്യതകൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇത് മക്കളുടെ ഐശ്വര്യത്താൽ കടന്നു വരുന്ന കാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തിരുവോണം നക്ഷത്രക്കാരായ മകളോ മകനോ നിങ്ങൾക്കുണ്ട് എങ്കിൽ 2025 ആ കുടുംബത്തിലേക്കും ആ അമ്മയ്ക്കും ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മനഃശാന്തി അമ്മയ്ക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സൗഭാഗ്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആ അമ്മയ്ക്ക് കൈവരുന്നതാകുന്നു.
കൂടാതെ മാതാവിന് ഭാഗ്യം വളരെ അനുകൂലമാകുന്ന സാഹചര്യമാണ് മക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക. സ്വപ്നതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പോലും മക്കളുടെ ഐശ്വര്യത്താൽ ഫലങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകൾ പോലും കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. ജോലി ലഭിക്കുക, ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ സന്താനങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഉയർച്ചയും ആ ഐശ്വര്യം നിലനിർത്തുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ തീർച്ചയായും സന്താനങ്ങളെയും ഒപ്പം കൂട്ടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നത് ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. ചതയം നക്ഷത്രക്കാരായ മകനോ മകളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. 2025 ഈ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ അച്ഛനും അമ്മയ്ക്കും അഥവാ മാതാപിതാക്കൾക്ക് ഒരുമിച്ച് വന്നു ചേരുന്ന സമയമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് മക്കളുടെ ഐശ്വര്യത്താൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. മനഃശാന്തി കൈവരിക്കുവാൻ സാധിക്കും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും വർദ്ധിക്കുന്ന സാഹചര്യം, ജോലിയിൽ ഉയർച്ച നേടാം, സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം, കൂടാതെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യം, വളരെ കാലത്തെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ അമ്മയുടെ പ്രാർത്ഥനയാൽ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയാൽ ചതയ നക്ഷത്രക്കാർക്ക് ആ സൗഭാഗ്യം നിലനിർത്തുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ കുടുംബദേവതാ ക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തി മുന്നോട്ട് പോവുക. മക്കൾക്ക് ആ ഉയർച്ച നിലനിർത്തുവാൻ സഹായകരമായി തീരും. ചിത്ര നക്ഷത്രക്കാരായ മക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. കാരണം ചിത്ര നക്ഷത്രക്കാരായ സന്താനങ്ങൾ, മക്കൾ, അത് മകനോ മകളോ ആകട്ടെ, 2025 നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകുന്ന വർഷമായി മാറും. പ്രത്യേകിച്ചും കുടുംബത്തിന് ഐശ്വര്യം നൽകുവാൻ സാധിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന വീട് എന്ന സ്വപ്നം പൂവണിയാം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി ലഭിക്കുക, ജോലിയിൽ ഉയർച്ച നേടുക, മനഃശാന്തി കൈവരിക്കുവാൻ സാധിക്കുക, കൂടാതെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക, സ്വപ്നതുല്യമായ ഫലങ്ങൾ ആ അമ്മയ്ക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉയർച്ച ലഭിക്കുകയും ധനപരമായ വളർച്ച അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിലെ തർക്കങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഈ കുട്ടികളുടെ ഐശ്വര്യത്താൽ തന്നെ ആ അമ്മയ്ക്ക് സൗഭാഗ്യങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ആ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. മനപ്രയാസങ്ങൾ അമ്മയുടെ മനസ്സിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർ അമ്മയ്ക്ക് 2025 സൗഭാഗ്യം നൽകും. അതിനാൽ തന്നെ അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ സൗഭാഗ്യം നിലനിൽക്കുന്നതിനും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മാസത്തിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിത്യവും ദർശനം നടത്തുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷം. വിശാഖം നക്ഷത്രക്കാരായ അഥവാ നക്ഷത്രത്തിലുള്ള മകനോ മകളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ 2025 നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറയും. പ്രധാനമായും അമ്മയ്ക്കാണ് സൗഭാഗ്യങ്ങൾ കൂടുതലായി ലഭിക്കുക. തന്മൂലം ആ കുടുംബം ഉയരുക തന്നെ ചെയ്യും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ സാധിക്കും. മനപ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. കുടുംബത്തിന് ഉയർച്ച നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. കൂടാതെ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, തന്മൂലം വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും. കാരണം മക്കളുടെ പലവിധ പരാതികൾ നിത്യവും കേൾക്കുന്നവർ തന്നെയാണ് നിങ്ങൾ.
ആ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ മക്കൾക്ക് തന്നെ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ അമ്മയ്ക്ക് ധനപരമായ വളർച്ച, കുടുംബത്തിൽ ഉയർച്ച, കൂടാതെ വീട് സ്വന്തമാക്കുക, വാഹനം സ്വന്തമാക്കുക, സ്ഥലം വാങ്ങുക, അത്തരം പല കാര്യങ്ങളും, ആഭരണങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മക്കളുടെ ഐശ്വര്യത്താൽ അഥവാ ഈ നക്ഷത്രത്തിലുള്ള മകന്റെയോ മകളുടെയോ ഐശ്വര്യത്താൽ ആ അമ്മയ്ക്ക് ഭാഗ്യം കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ ഇവർ നിത്യവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ ആ സൗഭാഗ്യം നിലനിൽക്കുന്നതിനും തടസ്സങ്ങൾ കൂടാതെ ആ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അഥവാ അമ്മയുടെ പ്രാർത്ഥനകൾ ഫലിക്കുകയും തന്മൂലം സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അനിഴം നക്ഷത്രത്തിലുള്ള മകളോ മകനോ നിങ്ങൾക്കുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മക്കളുടെ ഐശ്വര്യത്താൽ ആ കുടുംബത്തിന് ഉയർച്ച, സൗഭാഗ്യങ്ങൾ വന്ന് നിറയുന്ന സമയമാകുന്നു. മക്കളുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന പരാതികൾ മക്കളിൽ നിന്നും കേൾക്കുന്നതായ സാഹചര്യങ്ങളും തന്മൂലം മനസ്സ് വിഷമിക്കുന്നതായ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ആ മക്കളുടെ പലവിധ ദുരിതങ്ങളും തടസ്സങ്ങളും വിഷമതകളും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ 2025 കൈവരിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ മക്കൾക്ക് ഉയർച്ച നേടുവാനും അത് നിങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യമായി വന്ന് ഭവിക്കുകയും ചെയ്യും. കുടുംബക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ഗ്രാമദേവതാ ക്ഷേത്രത്തിലും തീർച്ചയായും ദർശനം നടത്തുക. നിത്യവും 2 നേരം വിളക്ക് തെളിയിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് തുടരുക. തീർച്ചയായും മക്കളുടെ ഐശ്വര്യത്താൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയും. മനഃശാന്തി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഭാഗ്യം അനുകൂലമാവുകയും സ്വപ്നതുല്യമായ ഫലങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കുകയും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. ധനപരമായ വളർച്ച വന്നു ചേരും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കലാമേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. സൗഭാഗ്യവർഷമായി തന്നെ മാറും എന്നതാണ് വാസ്തവം. ദീർഘനാളത്തെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ സമയം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഉത്രം നക്ഷത്രക്കാരായ മക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉത്തര നക്ഷത്രക്കാരായ മകനോ മകളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ആ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്. ഉത്തര നക്ഷത്രക്കാരായ കുട്ടികളുടെ പലവിധ വിഷമങ്ങൾ കേൾക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അഥവാ മാതാവ് നിരവധിയാർന്ന ദുഃഖങ്ങൾ കേൾക്കുന്നു. അതുമൂലം നിങ്ങൾക്കും വിഷമങ്ങൾ ഉള്ള സമയം തന്നെയാണ്. എന്നാൽ അത്തരം മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ മക്കൾക്ക് ഉയർച്ച, സൗഭാഗ്യങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തന്മൂലം ഭാഗ്യം മക്കളാൽ വീടുകളിലേക്ക് വന്നു ചേരും. സമ്പൽ സമൃദ്ധിയും മനഃശാന്തിയും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഭാഗ്യം നിറഞ്ഞ വർഷമായി തന്നെ മാറും. നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക, അതായത് അമ്മയ്ക്ക് തൊഴിൽ ലഭിക്കുക, അമ്മയ്ക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, സന്താനങ്ങളുടെ വിവാഹം അനുകൂലമാവുക, അത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ കൺകുളിർക്കെ കാണുവാനുള്ള അവസരങ്ങൾ 2025 നിങ്ങളെ തേടിയെത്താം. ദീർഘനാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അമ്മയ്ക്ക് ആഭരണങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് ആഭരണങ്ങൾ, കൂടാതെ സ്ഥലം, വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനഃശാന്തി കൈവരിക്കുവാൻ സാധിക്കുന്ന സൗഭാഗ്യ വർഷമായി തന്നെ മാറും. അതിനാൽ തീർച്ചയായും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രാർത്ഥന അത് ഫലിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ഏവരും തങ്ങളുടെ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം കുടുംബക്ഷേത്രത്തിലും ഗ്രാമദേവതാ ക്ഷേത്രത്തിലും അമ്മയുടെയും നിങ്ങളുടെയും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അമ്മ നിത്യവും 2 നേരം വിളക്ക് തെളിയിച്ച് ഈ നക്ഷത്രക്കാരുടെ അമ്മമാർ പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുക. മറ്റ് നക്ഷത്രക്കാർക്ക് അവരുടെ ജാതക പ്രകാരം ഇത്തരത്തിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം.